വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ചക്കപ്പായസമാണ് ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത ചക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ 2ാം പാലും 3ാം പാലുമാണിത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന്. ഇപ്പം ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടല്ലോ, പഴുത്ത ചക്കയല്ലേ. എന്നാലും പായസം ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മധുരം വേണം അല്ലേ. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണേ. നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ എങ്കിലും ഇടണേ. ഇത് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മധുരം കുറച്ചിട്ടത്. പായസത്തിനൊക്കെ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേണമേ. അതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കുന്നത്. അപ്പം മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാത്തവർ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെന്ത് വന്നു കഴിയുമ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇവിടെ ഞാൻ ഈ ചക്ക വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആയേ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നോക്കുക ചക്ക വെന്തോന്നു. ചക്ക വെന്തെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളോട് ചേർത്ത് കൊടുക്കണേ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ഈ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ ചക്ക കൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ പഴുത്ത ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പായസമായത് കേട്ടോ. നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പിന്നെ ചക്കയടയൊക്കെ ഇല്ലേ, ചക്കയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ടാലും ഇതൊന്നും അതിൻ്റെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യണേ. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇപ്പം ചക്ക ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു 4-5 ഏലക്ക ഇതുപോലെ പൊടിച്ചിട്ട് തൊലിയോടെ ഞാൻ അങ്ങ് ഇടും കേട്ടോ. ഇങ്ങനെ പൊടിച്ചങ്ങ് ഇട്ടാൽ മതി. ഒന്ന് ചതച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ആ ഒരു നല്ലൊരു മണമാണ് ഏലക്ക ഇടുമ്പോൾ. പായസത്തിനകത്തെല്ലാം നമ്മൾ ഇടുമല്ലോ ഏലക്ക. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഉണ്ട്. അത് ഞാൻ ഒന്ന് അളന്ന് വെച്ചേക്കുന്നതാണ്. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് മധുരം കുറവെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ടാണ് ആദ്യം ഒത്തിരി പഞ്ചസാര ഇടാഞ്ഞത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ പായസത്തിന്. അതുകൊണ്ട് ആ പഞ്ചസാര ഒരു സ്വല്പം കുറച്ചിട്ട് ഇത് ശകലം ആഡ് ചെയ്തു. ഈ സമയത്ത് നമ്മൾ മധുരം ഒന്ന് നോക്കിക്കോണേ. മധുരം ഉണ്ട് കേട്ടോ, ആവശ്യത്തിന് നമുക്ക് മധുരം ഉണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും അതേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ആവശ്യത്തിനുള്ള മധുരം ഉണ്ട്. ഇതേ ചിലർക്കുണ്ടല്ലോ പായസത്തിന് കുറച്ച് കൂടുതൽ മധുരം. എൻ്റെ ഹസ്ബൻഡിനൊക്കെ അങ്ങനെയാണ് കേട്ടോ, മധുരം ഇച്ചിരി കൂടുതൽ വേണം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ച് 1 ടേബിൾ സ്പൂണും കൂടെ മധുരം ഇട്ടാൽ നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്ത് ഇടുന്നില്ല, എനിക്കിത് കറക്റ്റ് മധുരമാണ് കേട്ടോ. അപ്പം നമ്മുടെ ചക്കപ്പായസം എന്താണ്ട് ഇവിടെ റെഡിയായി. ഇനി ഇതൊരു സ്വല്പം കൂടെ ഒന്ന് കുറുകണേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, കുറച്ച് അരിപ്പൊടി. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണേ, പുട്ടുപൊടി എടുക്കല്ലേ. ഇടിയപ്പത്തിൻ്റെ പൊടി ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്വല്പം തേങ്ങാപ്പാൽ. നമ്മളിപ്പം തേങ്ങാപ്പാൽ ഒരു ഫസ്റ്റ് പാല് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ 2ാം പാലും 3ാം പാലും ഒഴിച്ചാണ് ചക്ക വേവിക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് പാലാണ്. ഈ പാലിൽ നിന്ന് കുറച്ച് പാൽ ഇതിനകത്തോട്ട് ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് ആക്കിയേക്കണേ. എന്നിട്ട് അതുമായിട്ടങ്ങ് ചേർത്ത് എടുത്താൽ മതിയേ. നമ്മൾ ഈ അരിപ്പൊടി ഇവിടെ കുറച്ച് പാലൊഴിച്ച്, പാലല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ, കുഴപ്പമില്ല. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തന്നെ അങ്ങ് കലക്കി എടുത്തു. എന്നിട്ട് ഇത് ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കണം. കട്ടയില്ലാതെ കഴിയുന്നതും കലക്കി എടുക്കാൻ നോക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് ആ സ്പൂണിൻ്റെ അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. എന്നിട്ട് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. ഈ പായസത്തിന് കുറുക്കം വേണ്ടെങ്കിൽ നമ്മളിത് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു സ്വല്പം ഒരു കുറുകി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഈ അരിപ്പൊടിയുടെ ഒന്ന് കലക്കി ഇതിനകത്തോട്ട് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. ഇതാകുമ്പം കുറച്ചൊന്ന് കുറുകി നല്ല സെറ്റായിട്ട് വരും നമ്മുടെ ചക്ക പായസം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ചക്ക വരട്ടിയിട്ട് ചിലർ ശർക്കരയൊക്കെ ഇട്ട് പായസം ഉണ്ടാക്കും. അതല്ല ഇത് കേട്ടോ. ഇതിപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റേതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വരട്ടിയൊക്കെ എടുക്കണ്ടേ, അപ്പോൾ അതിന് കുറച്ചുകൂടെ ടൈം എടുക്കുവേ. ഇതാ ബാക്കി വന്ന മിൽക്ക് മെയ്ഡിൻ്റെ ഇത് ഞാനങ്ങ് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അഡീഷണലി ചേർക്കുന്നതല്ല കേട്ടോ. ഈ പാത്രത്തിൽ ഇരുന്നത് ഞാൻ ഒന്നും കൂടെ അങ്ങ് എടുക്കുന്നതേ ഉള്ളേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ചക്കപ്പായസമാണ്. ആ ഒരു തേങ്ങാപ്പാൽ പിഴിയുന്നതേ ഉള്ളൂ. നല്ല ഫ്രഷ് തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യണം. നമ്മൾ ഈ പാക്കറ്റ് മേടിക്കുന്നതിനെക്കാട്ടി നമ്മൾ ഫ്രഷായിട്ട് എടുക്കുന്നതാണ് ഈ പായസത്തിനൊക്കെ നല്ലത്. നമുക്ക് ആ ഫസ്റ്റ് തേങ്ങാപ്പാലുണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കപ്പായസം ഇവിടെ റെഡിയായി. ഈസി അല്ലേ?
നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്ത് ഈസിയായി. ചക്കയൊന്ന് വേവിച്ച് ആ ഒരു തേങ്ങാപ്പാൽ പിഴിയുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇപ്പം നല്ല ആവശ്യത്തിനുള്ളൊരു കുറുകലൊക്കെ ഉണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും കേട്ടോ. ഇപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചതല്ലേ, അപ്പം ഇനി തിളയ്ക്കണമെന്നില്ല. അപ്പം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാവേ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ എന്നോട്. ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നട്ട്സും കിസ്മസും ഒക്കെ നമുക്ക് നെയ്ക്കകത്തോട്ടൊന്ന് വറുത്തിടാവുന്നതേ ഉള്ളൂ. ഞാൻ പക്ഷേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയേക്കും. ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മധുരത്തിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടെ പറയുക. നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം നമ്മൾ ഇടുക. ചിലർക്ക് ഇച്ചിരി കൂടി നിൽക്കണം മധുരം. അങ്ങനെയുള്ളവർ കുറച്ച് കൂടുതൽ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്താൽ മതി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. താങ്ക് യു.